നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. രാവിലെയുടെ പുതിയൊരു ലക്കം തുടങ്ങുകയാണ്. പുതിയ പ്രതീക്ഷകളും കാഴ്ചകളും ഒക്കെയായി ഒരു നല്ല ദിവസം നമുക്ക് ആരംഭിക്കാം. അന്താരാഷ്ട്ര തലത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയോടെയാണ് ഈ ദിവസം തുടങ്ങുന്നത്. അത് അമേരിക്ക ഏർപ്പെടുത്തിയ പകരച്ചുങ്കം. ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്നായിരുന്നു ഈ പകരച്ചുങ്കം. അത് ഇന്നു മുതൽ നിലവിൽ വന്നിരിക്കുന്നു. അത് നിലവിൽ വന്നതോടെ അമേരിക്കൻ വിപണികളിലൊക്കെ വലിയ ഇടിവാണ് പ്രകടമാകുന്നത്. മൊത്തത്തിൽ ഇതെല്ലാ മേഖലയും വ്യാപിക്കുമെന്ന സാഹചര്യത്തിൽ കുറച്ച് മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും തന്റെ തീരുമാനവുമായി മുന്നോട്ട് തന്നെയാണ് ട്രംപ് പോകുന്നത്. പകരച്ചുങ്ക തീരുമാനം നിലവിൽ വന്നതിന്റെ പ്രതിഫലനങ്ങളായിരിക്കും ഇന്നത്തെ ദിവസത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ച. കേരളത്തെ സംബന്ധിച്ച് വികസന മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് വിഴിഞ്ഞം തുറമുഖം. ആ വിഴിഞ്ഞം തുറമുഖത്തിൽ കേന്ദ്രവുമായി വലിയ തർക്കം നിന്നിരുന്ന ഒരു കാര്യമായിരുന്നു VGF അഥവാ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്. ആ കരാർ ഇന്ന് ഒപ്പിടുകയാണ്. അങ്ങനെ ഒരുപാട് വാർത്തകളുണ്ട്. ആദ്യം പക്ഷേ നമ്മൾ പോകുന്നത് നമ്മുടെ ചുറ്റുപാടും ഉള്ള വാർത്തകളിലേക്കാണ്. നാട്ടിലെന്തുണ്ട്? തിരുവനന്തപുരം വർക്കല പാപനാശം. ഒരുപാട് സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദേശ ടൂറിസ്റ്റുകൾ എത്തുന്ന വലിയ ഒരു ടൂറിസം മേഖലയാണ്. അവിടെ സഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് കൂടുതൽ നടപടികൾ എടുക്കുകയാണ് അധികൃതർ. കടലിൽ ഇറങ്ങുന്ന സഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി കൂടുതൽ ലൈഫ് ഗാർഡുമാരെ ടൂറിസം വകുപ്പ് നിയോഗിച്ചു. ദിവസവും പതിനായിരങ്ങളാണ് വർക്കല സന്ദർശിച്ചു മടങ്ങുന്നത്. കടലും അഭിമുഖമായി നിൽക്കുന്ന കുന്നുകളുമൊക്കെ മനോഹര കാഴ്ചയാണ്. സഞ്ചാരികൾ ഏറെ നേരം തീരത്തും ക്ലിഫിലുമായി ചെലവിട്ടാണ് മടങ്ങാറ്. പലപ്പോഴും ഇത്രയേറെ സഞ്ചാരികളെ നിയന്ത്രിക്കാൻ മതിയായ ലൈഫ് ഗാർഡുകൾ ഇല്ലാത്തത് വെല്ലുവിളിയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിവിധ ബീച്ചുകളിലായി 19ഓളം ലൈഫ് ഗാർഡുകളെ പുതുതായി നിയമിച്ചത്. ലൈഫ് ഗാർഡുകൾ ഇല്ലാതിരുന്ന കാപ്പിൽ, വെറ്റക്കട, ഓടയം, മാന്തറ ബീച്ചുകളിൽ 2 പേരെ വീതം പുതുതായി നിയമിച്ചു. ആലിയിറക്കം ബീച്ചിൽ മാത്രമാണ് ഇനി നിയമനം നടക്കാനുള്ളത്. അനേകം ജീവൻ രക്ഷാമാർഗം നടത്തിയതാണ് കേരളത്തിൽ അങ്ങുള്ള ലൈഫ് ഗാർഡുകളെ. അതിന്റെ എവിഡൻസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ജീവൻ രക്ഷാമാർഗം നടത്തി ഞങ്ങൾക്ക് ആകെ ഇതുവരെ മരണപ്പെട്ട ലൈഫ് ഗാർഡനും നിലവിൽ ജീവിച്ചിരുന്ന ലൈഫ് ഗാർഡനും മനസ്സിലുള്ള ഏക ഒരു തൃപ്തി, ഒരുപാട് ജീവൻ രക്ഷാമാർഗം നടത്തി എന്നുള്ള ഒരു സന്തോഷം മനസ്സിലുണ്ട്. ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, വളരെ അപൂർവം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇതിൽ നിന്ന് വിരമിച്ചു പോകുന്ന സമയത്ത് ഞങ്ങളുടെ ജീവിതം സുരക്ഷമായിട്ട് അല്ലെങ്കിൽ പോലും മറ്റുള്ള മുമ്പ് യാചിക്കാത്ത രീതിയിൽ ജീവിക്കാനുള്ള ഒരു നടപടി ഉണ്ടാവണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. നേരത്തെ വർക്കലയിലാണ് പ്രധാനമായും സഞ്ചാരികൾ കൂടുതലായി എത്താറുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ മറ്റു തീരങ്ങളും സഞ്ചാരികളാൽ നിറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും തീരത്തെക്കുറിച്ച് അറിയാത്തവർ കടലിലിറങ്ങി അപകടം സംഭവിച്ചിരുന്നു. ലൈഫ് ഗാർഡുകളുടെ എണ്ണം കൂട്ടിയതിനൊപ്പം ജീവൻ രക്ഷാ ഉപകരണങ്ങളും കൂടി ലഭ്യമാക്കണമെന്ന ആവശ്യം കൂടി നടപ്പിലാക്കേണ്ടതുണ്ട്. ന്യൂസ് 18 വർക്കല. കാസർഗോഡ് ബന്തെടുക്ക മാണിമൂലയിൽ മഹാശിലാ കാലഘട്ടത്തിന്റെ ചരിത്രശേഷിപ്പുകൾ കണ്ടെത്തി. കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി മണ്ണ് നീക്കം ചെയ്യവെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മൺപാത്രങ്ങളും അസ്ഥികഷ്ണങ്ങളും കണ്ടെത്തിയത്. വലിയ പാത്രത്തിലാണ് അസ്ഥികഷ്ണങ്ങൾ ഉണ്ടായിരുന്നത്. ജൽജീവൻ മിഷൻ പദ്ധതിക്കായി കുഴിയെടുക്കുമ്പോഴാണ് ബന്തെടുക്ക മാണിമൂലയിൽ മൺപാത്രങ്ങളും അസ്ഥിയും കണ്ടെത്തിയത്. പാത്രത്തിൽ കഷ്ണങ്ങളാക്കിയ നിലയിലായിരുന്നു അസ്ഥികൾ. BC 5ാം നൂറ്റാണ്ടിനും 1ാം നൂറ്റാണ്ടിനുമിടയിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന നോർത്തേൺ ബ്ലോക്ക് പോളിഷ്ഡ് ഇനത്തിൽപ്പെട്ട മൺപാത്രവും 4 കാലുകളുള്ള 5 മൺപാത്രങ്ങളും നന്നങ്ങാടിയുടേതെന്ന് കരുതുന്ന ഭീമൻ പാത്രത്തിന്റെ അടുപ്പും ഇരുമ്പ് അവശിഷ്ടങ്ങളും കണ്ടെത്തിയവയിൽ ഉൾപ്പെടുന്നു. ചെങ്കല്ലറകളിൽ നിന്ന് എല്ലിൻ കഷ്ണങ്ങൾ ലഭിക്കാറുണ്ടെങ്കിലും മൺപാത്ര അവശിഷ്ടങ്ങൾക്കൊപ്പം നിരവധി എല്ലിൻ കഷ്ണങ്ങൾ ലഭിക്കുന്നത് അപൂർവമെന്ന് സ്ഥലം സന്ദർശിച്ച ചരിത്രകാരൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് പറഞ്ഞു. എല്ലിൻ കഷ്ണങ്ങൾ കാണുമ്പോൾ അധികം പഴക്കം തോന്നാത്തതുകൊണ്ട് തന്നെ അത് മഹാശിലാ സ്മാരകവുമായി ബന്ധപ്പെട്ടാണെന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അതേസമയം ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അടുത്ത് തന്നെ ഒരു പത്തായ എന്നറിയപ്പെടുന്ന ഒരു സ്മാരകമുണ്ട്. അത് റോക്കറ്റ് ചേമ്പറാണ്, ചെങ്കല്ലറയാണ്. അതേ രൂപത്തിലുള്ള ഒരു ചെങ്കല്ലറയിൽ നിന്നുമാണ് ഇത്രയും വസ്തുക്കൾ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഭ്യമായ വസ്തുക്കളിൽ മൺപാത്രങ്ങളും എല്ലാം തന്നെ മഹാശിലാ സ്മാരകവുമായി ബന്ധപ്പെട്ടവയാണ്. സാധാരണ നിലയിൽ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന അസ്ഥി കഷ്ണങ്ങൾ ദ്രവിച്ചു പോകേണ്ടതാണ്. എന്നാൽ മാണിമൂലയിൽ കണ്ടെത്തിയ എല്ലിൻ കഷ്ണങ്ങൾ വലിയ പാത്രത്തിൽ വായു കടക്കാത്ത രീതിയിൽ അടച്ചുവച്ചതാകാനാണ് സാധ്യത.
മണ്ണിനടിയിൽ വലിയ ഭരണിയുടെ ഭാഗങ്ങൾ ഉണ്ടാകുമെന്ന സൂചന നൽകുന്നതാണ് മാണിമൂലയിലെ ചരിത്രശേഷിപ്പുകൾ. ഇതിന് സമീപത്തായി തന്നെ മഹാശിലയുഗ കാലഘട്ടത്തിലെ ചെങ്കല്ലറയുമുണ്ട്. ലഭ്യമായ ചരിത്രാവശിഷ്ടങ്ങൾ ശാസ്ത്രീയ പഠനത്തിന് വിധേയമാക്കിയാൽ മഹാശില കാലഘട്ടത്തിലെ സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ലഭ്യമാകും. ചെങ്കല്ലറയിൽ നിന്ന് ലഭിച്ച മുഴുവൻ വസ്തുക്കളും പയ്യന്നൂർ ഗാന്ധി സ്മൃതി മ്യൂസിയത്തിലേക്ക് കൈമാറി. ന്യൂസ് 18 കാസർഗോഡ്. വിഷുവിന് കണി കണ്ടുണരാൻ കണിക്കൊന്നയ്ക്കൊപ്പം കണിവെള്ളരിയും നിർബന്ധമാണ്. നമ്മൾ മലയാളികളുടെ ഒരു ശീലത്തിന്റെ ഭാഗമാണ് കണിവെള്ളരികൾക്ക് ഓരോ വിഷുക്കാലം എത്തുമ്പോഴും വലിയ ഡിമാൻഡും ഉണ്ട്. ഇത്തവണയും മലബാറിലെ വിഷുക്കണിക്ക് പെരുവയൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കടും മഞ്ഞ നിറത്തിലുള്ള കണിവെള്ളരികൾ തന്നെയാണ് എത്തുന്നത്. കാർഷിക ഗ്രാമമായ ചെറുകുളത്തൂരിലെ കിഴക്കുംപാടത്ത് തന്നെയാണ് ഇക്കുറിയും കണിവെള്ളരി കൃഷി ചെയ്യുന്നത്. പെരുവയലിലെ മിക്ക വയലുകളിലും കണിവെള്ളരികൾ വിളഞ്ഞു നിൽക്കുകയാണ്. കൃഷിഭവനു കീഴിൽ കർഷക കൂട്ടായ്മകൾ രൂപീകരിച്ചാണ് ഇവിടെ കണിവെള്ളരി കൃഷി ചെയ്യുന്നത്. അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ കുറച്ചു നഷ്ടമൊക്കെ ഉണ്ടായെങ്കിലും ഭേദപ്പെട്ട വിളവ് കിട്ടിയിട്ടുണ്ട്. ഈ പ്രാവശ്യം നല്ല ഡിമാൻഡാണ് കാണുന്നത്. കച്ചവടക്കാരങ്ങനെ ഓടി നടക്കുന്നുണ്ട്. നമ്മളെ വിളിക്കുന്ന ഒരുപാട് ആളുകൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊടുക്കാൻ. കഴിഞ്ഞ വർഷമൊക്കെ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന കുറേ ആളുകളുണ്ട്. അവരും ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ കയറ്റി അയക്കാൻ പല സ്ഥലത്തു നിന്നും വിളിച്ച് പറയുന്നുണ്ട്. ഡിമാൻഡാണ് ഈ വർഷം കാണുന്നത്. പല സ്ഥലങ്ങളിലും കാലാവസ്ഥയുടെ പ്രയാസം ഉണ്ടായതുകൊണ്ട് സാധനം കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് നല്ല ഇതാണുള്ളത്. നല്ലോണം കായ ഉണ്ടായിട്ടുണ്ട്. 1.5 മാസം മുൻപാണ് കൃഷി ഇറക്കിയത്. ഇപ്പോൾ പാടമാകെ മഞ്ഞണിഞ്ഞു കിടക്കുകയാണ്. കർഷകർക്ക് മികച്ച വരുമാനം കണിവെള്ളരി കൃഷിയിലൂടെ കിട്ടുന്നുണ്ട്. നിലവിൽ കണിവെള്ളരിയുടെ നിറത്തിനും വലുപ്പത്തിനും അനുസരിച്ച് 40 മുതൽ 50 രൂപ വരെ കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. നേരത്തെ പ്രാദേശിക വിപണികളാണ് കൂടുതലും കണിവെള്ളരി വിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ആവശ്യക്കാർ തോട്ടത്തിൽ നേരത്തെ തന്നെ എത്തി ബുക്ക് ചെയ്യുന്നുണ്ട്. പെരുവയലിലെ പാരമ്പര്യ കർഷകരാണ് കണിവെള്ളരി കൃഷി ചെയ്യുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. ഇടുക്കി വട്ടവടയിലെ ഗ്രാൻറ്റിസ് മരങ്ങൾ മുറിച്ചു മാറ്റാൻ അനുമതി നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെടുകയാണ്. പച്ചക്കറി കൃഷി വ്യാപനത്തിനു വേണ്ടിയാണ് ഈ മേഖലയിൽ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ഇവർ ആവശ്യമുന്നയിക്കുന്നത്. ശീതകാല പച്ചക്കറികളുടെ വിളനിലമാണ് വട്ടവട. എന്നാൽ പഞ്ചായത്ത് പരിധിയിലെ 58-59 ബ്ലോക്കിലെ ഗ്രാൻറ്റിസ് മരങ്ങൾ കൃഷി വ്യാപനത്തിന് തടസ്സമാകുന്നുവെന്നാണ് കർഷകരുടെ പരാതി. മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഗ്രാൻറ്റിസ് മരങ്ങളുടെ വേരുകൾ ഭൂഗർഭജലം ഊറ്റിയെടുക്കുമെന്നും ഇത് കൃഷിക്ക് പ്രതിസന്ധിയാകുമെന്നുമാണ് കർഷകർ പറയുന്നത്. പട്ടയഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളാണിതെന്നും നിലവിൽ ഇവിടെ നിന്നും മരങ്ങൾ മുറിച്ചു നീക്കുന്നതിൽ നിയമ തടസ്സമുണ്ടെന്നും കർഷകർ പരാതിപ്പെടുന്നു. മരങ്ങൾ മുറിച്ചു നീക്കിയാൽ ഇവിടേക്ക് പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാമെന്നും കർഷകർ. 58-59 ബ്ലോക്കില് ഗ്രാൻറ്റിസ് മരങ്ങളുണ്ട്. അത് സ്വന്തം പട്ടയ സ്ഥലങ്ങളാണ്. അത് ഏതെങ്കിലും മുറിക്കാൻ ഏതെങ്കിലും ഗവൺമെന്റ് ഒരു അറുപത് വേണം. അത് ഇപ്പോൾ ഗവൺമെന്റ് തടഞ്ഞു വച്ചിരിക്കുകയാണ്. അതും മുറിച്ചാൽ അതിലും ചേർത്ത് ഞങ്ങൾ പച്ചക്കറി കൃഷി ചെയ്തിട്ട് എല്ലാവർക്കും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് ഈ 12 മാസവും പച്ചക്കറി കൊടുക്കാം. വട്ടവട മേഖലയിൽ വ്യാപിച്ചു കിടക്കുന്ന ഗ്രാൻറ്റിസ് മരങ്ങൾ പൂർണ്ണമായി മുറിച്ചു നീക്കണമെന്ന ആവശ്യം ദീർഘനാളായി നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം മുതലപ്പൊഴി ഹാർബറിൽ അടിഞ്ഞുകൂടിയ മണൽ പൂർണ്ണമായി നീക്കാൻ ഇനിയും സമയമെടുക്കുമെന്ന് വിലയിരുത്തൽ. നിലവിലെ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുള്ള മണൽ നീക്കം തുടർന്നാൽ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ഇനിയും മാസങ്ങൾ വേണ്ടിവരും. കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടന്നുവരികയാണ്. കഴിഞ്ഞ മാസം 28-നാണ് മുതലപ്പൊഴി ഹാർബറിൽ മണൽ നീക്കം തുടങ്ങിയത്. അഴിമുഖത്ത് രൂപപ്പെട്ട മണൽത്തിട്ടയിലിടിച്ച് ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെയാണ് മണൽ നീക്കി തുടങ്ങിയത്. എന്നാൽ 2 ആഴ്ച പിന്നിടുമ്പോഴും മണൽ പൂർണ്ണമായി നീക്കാനായിട്ടില്ല. പൂർണ്ണമായി മണൽ നീക്കി അഴിമുഖം സുരക്ഷിതമാക്കാൻ ഇനിയും സമയം വേണ്ടിവരും. അനുവദിച്ചിട്ടുള്ള തുക കൊണ്ട് മണൽ നീക്കം പൂർത്തിയാക്കാനാകില്ലെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാലും പരമാവധി മണൽ നീക്കം ചെയ്ത് അഴിമുഖ ചാനൽ ബോട്ടുകൾക്ക് സഞ്ചാരയോഗ്യമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കാലവർഷം അടുക്കുമ്പോൾ ഈ ഭാഗത്ത് മണൽത്തിട്ട വീണ്ടും രൂപപ്പെടും. ഇതിൽ തട്ടിയാണ് ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്നത്. ഇതിനായി നിലവിലെ അഴിമുഖത്തിന്റെ നീളം 400 മീറ്റർ കൂടി വർദ്ധിപ്പിച്ച് പദ്ധതി പൂർത്തീകരിക്കണം. നിലവിലെ മണൽ നീക്കം പൂർത്തിയാകുന്നതോടെ വലിയ ബോട്ടുകൾക്ക് കടലിൽ നിന്ന് കായലിലേക്ക് പ്രവേശിക്കാനും സാധിക്കും. ഇതിനിടെ കഴിഞ്ഞ ദിവസം മുതലപ്പുഴ അഴിമുഖത്ത് വീണ്ടും മത്സ്യബന്ധന വള്ളം മണലിൽ ഉറച്ചതോടെ തൊഴിലാളികൾ ആശങ്കയിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. അകാലത്തിൽ ജീവൻ പൊലിഞ്ഞ പീരുമേട്ടിലെ കലാകാരൻ അജി ആൽഫയുടെ കുടുംബത്തിന് തലചായ്ക്കാൻ ഇടമൊരുക്കി കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷൻ പ്രവർത്തകർ. യൂണിയന്റെ നേതൃത്വത്തിൽ അജിയുടെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ഏപ്രിൽ 16-ന് കൈമാറും. അസുഖബാധിതനായി അകാലത്തിൽ മരണമടഞ്ഞ കലാകാരൻ അജി ആൽഫയുടെ കുടുംബത്തിനാണ്
CITU നേതൃത്വത്തിലുള്ള കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷൻ ഭവനമൊരുക്കുന്നത്. വീടിന്റെ നിർമ്മാണ പ്രവർത്തികൾ അവസാന ഘട്ടത്തിലാണ്. നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി യൂണിയൻ നേതാക്കൾ സ്ഥലത്തെത്തി. ഏപ്രിൽ മാസം 16-ന് കുടുംബത്തിന് വീടിന്റെ താക്കോൽ കൈമാറുമെന്ന് നേതാക്കൾ പറഞ്ഞു. പീരുമേട്ടിലെ മരണപ്പെട്ടുപോയ അജിയുടെ കുടുംബത്തിനുള്ള വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഈ മാസം 16-ാം തീയതി CITUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, KSRTAയിലെ യൂണിയൻ്റെ മറ്റു നേതാക്കന്മാർ എന്നിവരുടെ എല്ലാം സാന്നിധ്യത്തിൽ അജിയുടെ ഭാര്യ ലിൻഡയുടെയും മക്കളുടെയും കയ്യിൽ ഈ വീടിൻ്റെ താക്കോൽ ഏൽപ്പിക്കുകയാണ്. CITU ജില്ലാ കമ്മിറ്റിയാണ് ഈ നാടിൻ്റെ ഏറെ പ്രിയപ്പെട്ടവനായിരുന്ന സഖാവ് അജിയുടെ കുടുംബം അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ അജിയുടെ കുടുംബത്തിനൊരു വീട് നിർമ്മിച്ച് നൽകണം എന്ന് പറഞ്ഞത്. ഞങ്ങളേറെ അഭിമാനത്തോടുകൂടി തൊഴിലാളി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ആനത്തലവട്ടം ആനന്ദന്റെ സ്മരണാർത്ഥം നടത്തിവരുന്ന സാന്ത്വനം ജീവകാരുണ്യ പദ്ധതി വഴിയാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. ന്യൂസ് 18 ഇടുക്കി. കൃഷിയിൽ ഒരു വലിയ വിപ്ലവം തന്നെ തീർക്കുകയാണ് കോതമംഗലം സ്വദേശിയായ ചന്ദ്രബോസ്. പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇദ്ദേഹം ഈ രാഷ്ട്രീയ പ്രവർത്തനം കഴിഞ്ഞുള്ള ബാക്കി സമയം മുഴുവൻ കൃഷിക്കായാണ് നീക്കിവെക്കുന്നത്. കാണാം അദ്ദേഹത്തിന്റെ കൃഷിയിടം. നെല്ലിക്കുഴിയിൽ 1.5 ഏക്കറോളം സ്ഥലത്താണ് കൃഷി. പച്ചക്കറി മാത്രമല്ല, ഫലവൃക്ഷങ്ങളും ഇവിടെ സമൃദ്ധമാണ്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷിയെന്ന് ചന്ദ്രബോസ് പറയുന്നു. പടവലം, പീച്ചിങ്ങ, പയർ, വഴുതന, വെണ്ട, ചുരയ്ക്ക, മുളക്, മത്തൻ, വെള്ളരി അങ്ങനെ നീളുന്നു ഇവിടത്തെ കൃഷി. സമീപത്തായുള്ള കുളത്തിൽ മീൻ കൃഷിയുമുണ്ട്. ദീർഘകാലം CPM ലോക്കൽ സെക്രട്ടറിയായിരുന്ന ചന്ദ്രബോസ് ഇപ്പോൾ കോതമംഗലം ഏരിയ കമ്മിറ്റി അംഗമാണ്. ഭാര്യയും മക്കളും കൊച്ചുമക്കളും എല്ലാം കൃഷിയിൽ ചന്ദ്രബോസിന് പിന്തുണയുമായുണ്ട്. വിഷരഹിത പച്ചക്കറി ശീലമാക്കണമെങ്കിൽ എല്ലാവരും സ്വന്തം നിലയിൽ കൃഷി ചെയ്യാൻ മുന്നോട്ട് വരണമെന്നാണ് ചന്ദ്രബോസിന് പറയാനുള്ളത്. പൂർണ്ണമായും രാസവളം ഉപയോഗിക്കാതെ ചെയ്യുന്നൊരു കാര്യമാണ്. അതിന് പകരമായി കോഴികളും മറ്റു ജൈവവളവും ഒക്കെ ഉപയോഗിച്ച് വളരെ ശ്രമകരമായിട്ടാണ് സാധനം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിലും വ്യത്യാസമുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്നത് പയറിന് പോലും 52% വിഷമുള്ള, അതിൽ താഴെ വിഷമുള്ള ഒരു സാധനവുമില്ല. അപ്പോൾ സ്വാഭാവികമായും ആർക്കെങ്കിലും ഒരു നേരത്തെ ആകാരെങ്കിലും വിഷമില്ലാതെ കഴിക്കാൻ കഴിയട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ സൗജന്യമായി എല്ലാവരും കൊടുക്കാൻ കഴിയുന്നുണ്ട്. വളരെ വലിയ അധ്വാനമൊന്നും കൂടാതെ തന്നെ ഈ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതോടൊപ്പം കൃഷിക്കായി സമയം കണ്ടെത്തുന്ന ചന്ദ്രബോസ് മാതൃകയാണെന്ന് കൃഷിയിടം സന്ദർശിച്ച ആന്റണി ജോൺ MLA. ഓരോ വർഷം കടന്നു വരുമ്പോഴും കൂടുതൽ കൃഷിയിലേക്ക് ഇദ്ദേഹം നീങ്ങുകയും കൂടുതൽ വിളവും ഓരോ വർഷം ലഭിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ പൂർണ്ണമായ ജൈവ കൃഷി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ കൃഷികളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. നല്ല വിളവും ഈ കൃഷിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിന് തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന ഒരു കർഷകനാണ്. വിളവെടുക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ പാർട്ടി പ്രവർത്തകർക്കും പ്രദേശവാസികൾക്കും സൗജന്യമായാണ് നൽകാറ്. ന്യൂസ് 18 കോതമംഗലം. അടുത്തത് ഒരു കലാപ്രകടനത്തിന്റെ ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. നമുക്ക് ആ വാർത്തയിലേക്ക് തിരിച്ചെത്താം. മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. ശുചിമുറി തുറന്നു നൽകാത്ത പെട്രോൾ പമ്പിനെതിരെ നിയമ പോരാട്ടം. നമുക്കൊക്കെ കേട്ടാൽ അത്ഭുതം തോന്നും. കാരണം നമ്മളൊക്കെ പലയിടത്തും ഇതുപോലെ പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ ചെന്ന് കയറുമ്പോൾ ചിലപ്പോൾ അവർ അതിന് അനുവദിച്ചില്ലെന്ന് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അത് മിണ്ടാതെ ഇറങ്ങിപ്പോരും. പക്ഷെ അങ്ങനെ മിണ്ടാതെ ഇറങ്ങിപ്പോരാൻ തയ്യാറായിരുന്നില്ല ഒരു അധ്യാപിക. അങ്ങനെ ഒരു പോരാട്ടം നടത്തി വിജയിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ഏഴംകുളം സ്വദേശിയായ L ജയകുമാരി. ഉപഭോക്തൃ കോടതിയിൽ സ്വയം വാദിച്ച് 1.65 ലക്ഷം രൂപ പിഴ വാങ്ങിയെടുത്തു ഈ അധ്യാപിക. 2024 മെയ് 8 രാത്രിയിൽ അധ്യാപികയായ ജയകുമാരി കാസർഗോഡ് നിന്നും പത്തനംതിട്ടയിലേക്ക് വരുന്ന വഴിയാണ് പയ്യോളിയിലെ പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കാൻ കയറിയത്. തുടർന്ന് പ്രാഥമിക ആവശ്യങ്ങൾക്കായി ശുചിമുറിയുടെ താക്കോൽ ആവശ്യപ്പെട്ടു. എന്നാൽ ടോയ്ലറ്റ് തുറന്നു നൽകാൻ ജീവനക്കാർ വിസമ്മതിക്കുകയും അധ്യാപികയെ ആക്ഷേപിക്കുകയും ചെയ്തു. പയ്യോളി പോലീസിനെ വിവരം അറിയിച്ചതോടെയാണ് പോലീസ് എത്തി ബലമായി ശുചിമുറി തുറന്നു നൽകിയത്. രാത്രിയിൽ തനിക്കുണ്ടായ ദുരനുഭവമാണ് ജയകുമാരി ടീച്ചറെ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ എത്തിച്ചത്. തുടർന്നാണ് പമ്പുടമയ്ക്ക് 1,50,000 രൂപ പിഴയും 15,000 രൂപ കോടതി ചെലവും ഉൾപ്പെടെ 1,65,000 രൂപ പിഴയടയ്ക്കാൻ ഉത്തരവിട്ടത്. ഇത് തീർച്ചയായിട്ടും സ്ത്രീകൾക്കുള്ള അവകാശമാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കുള്ള അവകാശമാണ്.
ഈ അവകാശത്തെക്കുറിച്ച് ബോധവാന്മാരോ ബോധവതികളോ അല്ല. സ്ത്രീകളും പൊതുജനങ്ങളും ആരും തന്നെ ബോധവാന്മാരല്ല. അതിനേക്കാൾ ഉപരിയായി ഈ പെട്രോൾ പമ്പിലെ സ്റ്റാഫ് പോലും ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. ഇതവർ സന്തോഷത്തോടുകൂടി തുറന്നിട്ടേണ്ടതാണ്. ഇത് പൂട്ടിവെക്കേണ്ട കാര്യമുള്ളതല്ല. സന്തോഷമായിട്ട് ഇത് സ്ത്രീകളുടെ വിജയമാണ്. എനിക്കതിൽ സന്തോഷമുണ്ട്. ശുചിമുറി വൃത്തിഹീനമാണെന്ന് കളവു പറഞ്ഞ ജീവനക്കാരുടെ നടപടിയും ഒരു സ്ത്രീയോട് രാത്രിയിൽ കാട്ടിയ നിരുത്തരവാദപരമായ സമീപനവുമാണ് നിയമപോരാട്ടത്തിലേക്ക് നയിച്ചതെന്ന് ജയകുമാരി ടീച്ചർ പറയുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. കൊല്ലം പത്തനാപുരത്ത് മദ്യപിച്ച് ജോലി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. പോലീസ് കൺട്രോൾ റൂമിലെ ഗ്രേഡ് SI സുമേഷ് ലാൽ, ഡ്രൈവർ C മഹേഷ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. രാത്രി പട്രോളിംഗിനിടെ പോലീസ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞതിന്റെ ദൃശ്യം പുറത്തു വന്നിരുന്നു. S വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ ദൃശ്യങ്ങൾ വളരെ വൈറലായിരുന്നു. ഇപ്പോൾ ഇവർക്കെതിരെയാണ് നടപടി വന്നിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ശ്രീജ, കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിച്ചത്. കാരണം ഇത് ഏപ്രിൽ 4 തീയതി നടന്നൊരു സംഭവമാണ്. സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ രീതിയിൽ പ്രചരിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. പോലീസ് ജീപ്പിന് കൺട്രോൾ റൂമിലെ പോലീസ് ജീപ്പിന് ചുറ്റും കുറച്ച് നാട്ടുകാർ വട്ടം കൂടുകയും വാഹനം തടയുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത്. അതുപോലെ തന്നെ അതിൽ നിന്ന് ഗുരുതരമായിട്ടുള്ള മറ്റൊരു ആരോപണവും കൂടി ഉയർന്നു വന്നിരുന്നു. അതിൽ SI പിന്നെ പോലീസുകാരനും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും മദ്യലഹരിയിലായിരുന്നു എന്നുള്ള ഒരു വലിയൊരു ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ജില്ലാ പോലീസ് മേധാവി ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുകയും ഇരുവരെയും സസ്പെൻഡ് ചെയ്തതായിട്ടുള്ള ഒരു ഉത്തരവിറക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു സാബു മാത്യു IPS ഇത്തരത്തിലുള്ള ഒരു അറിയിപ്പ് മാധ്യമങ്ങൾക്ക് നൽകിയത്. കൺട്രോൾ റൂം SI സുമേഷ് ലാൽ, അതുപോലെ ഡ്രൈവർ C മഹേഷ് എന്നിവരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള അറിയിപ്പ് ലഭിക്കുകയും ചെയ്തു. രാത്രി പെട്രോളിംഗിനിടയിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നത്. കൊല്ലം പത്തനാപുരത്തായിരുന്നു ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. S വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. പത്തനാപുരത്താണ് മദ്യപിച്ച് ജോലി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ സസ്പെൻഷൻ വന്നിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ദൃശ്യം വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപിച്ചിരുന്നു. ജോലിക്കിടെ ഉദ്യോഗസ്ഥരുടെ അവസ്ഥ കണ്ട് നാട്ടുകാർ തടഞ്ഞു നിർത്തുന്ന കാഴ്ച അങ്ങനെ എപ്പോഴും കാണാറില്ല. പക്ഷെ അതുപോലൊരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്. രാത്രി പട്രോളിങ്ങിനിടെ പോലീസ് വാഹനം പോകുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ വിഷയത്തിൽ ഇപ്പോൾ നടപടി വന്നിരിക്കുന്നു. ഈ ഗ്രേഡ് SIക്കും ഡ്രൈവർക്കുമെതിരെ സസ്പെൻഷൻ നടപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപകടങ്ങൾ തുടർക്കഥയായതോടെ ഒരു കുരുതിക്കളമായി മാറിയിരിക്കുകയാണ് കായംകുളം ദേശീയപാതയിലെ MSM കോളേജ് ജംഗ്ഷൻ. നേരത്തെ തന്നെ കായംകുളത്തെ പ്രധാന അപകട മേഖലയായിരുന്നു ഈ ഭാഗം. ഇപ്പോൾ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടെ അടിപ്പാതയുടെ നിർമ്മാണം കൂടി തുടങ്ങിയിരിക്കുകയാണ്. ഇതോടെ അപകടങ്ങൾ പെരുകുകയാണ്. ഗതാഗത നിയന്ത്രണത്തിന് ആവശ്യത്തിന് പോലീസോ ഹോംഗാർഡുകളോ ഇല്ലാത്തതും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് തിരക്കേറിയ ജംഗ്ഷനിൽ അപകടങ്ങൾ പെരുകാൻ കാരണം. 15 മീറ്റർ വീതിയിലും 4.5 മീറ്റർ ഉയരത്തിലുമുള്ള അടിപ്പാതയാണ് ഇവിടെ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്നത്. കായംകുളത്ത് നിന്ന് കാർത്തികപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും കായംകുളത്തേക്ക് വരുന്ന വാഹനങ്ങളും അലക്ഷ്യമായി ദേശീയപാത കടക്കുന്നതാണ് പ്രധാന അപകട കാരണം. കാറുകളും ഇരുചക്ര വാഹനങ്ങളുമാണ് ഇവിടെ കൂടുതലായും അപകടത്തിൽപ്പെടുന്നത്. പോക്കറ്റ് റോഡുകളിൽ നിന്നും സർവീസ് റോഡുകളിലേക്ക് സുരക്ഷിതമായി വന്നു കയറുവാൻ കൃത്യമായ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടില്ല. തീരദേശ റോഡിൽ നിന്നും കായംകുളത്തേക്കുള്ള പ്രധാന പ്രവേശന കവാടം കൂടിയാണിത്. അപകടങ്ങൾ കൂടുതലും രാത്രിയിലാണ് ഉണ്ടാകുന്നത്. അശാസ്ത്രീയമായ ഗതാഗത നിയന്ത്രണവും അപകടത്തിന് കാരണമാകുന്നു. ന്യൂസ് 18 കായംകുളം. കാഴ്ചവിസ്മയമായി മങ്കമാരുടെ മെഗാ തിരുവാതിരക്കളി. വിളയൂർ കളരി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായാണ് മെഗാ തിരുവാതിരക്കളി സംഘടിപ്പിച്ചത്. തുടർന്ന് മുല്ലത്തറ മേളവും അരങ്ങേറി. വിളയൂർ എടപ്പലം കളരി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായാണ് മെഗാ തിരുവാതിരക്കളി അരങ്ങേറിയത്. ക്ഷേത്രത്തിലെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ രാവിലെ നടന്ന മെഗാ തിരുവാതിരക്കളി ആസ്വദിക്കാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തിയത്.
മാതൃസമിതിയിലെ അംഗങ്ങളും പ്രദേശവാസികളായ ആളുകളുമാണ് തിരുവാതിരക്കളിയിൽ അണിനിരന്നത്. കുട്ടികളും യുവതികളും പ്രായമായവരും ചേർന്ന് അവതരിപ്പിച്ച മെഗാ തിരുവാതിര നയനമനോഹരമായി. തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ മുല്ലത്ര മേളവും അരങ്ങേറി. ന്യൂസ് 18 പാലക്കാട്. ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് സൗജന്യമായി ഫുട്ബോൾ പരിശീലനം നൽകി മാതൃകയാവുകയാണ് കൊച്ചി അരയൻകാവ് ദുർഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. പരിശീലനത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ജേഴ്സിയും ബൂട്ടുമൊക്കെ ഇവർ സൗജന്യമായാണ് നൽകുന്നത്. ലഹരികൾക്കടിമയാകുന്ന കുട്ടികൾക്ക് ഫുട്ബോൾ ആകണം ലഹരി എന്ന സന്ദേശം പകർന്നുകൊണ്ട് മാതൃകയാകുകയാണ് അരയൻകാവ് ദുർഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. 180ഓളം കുട്ടികൾക്ക് സൗജന്യമായാണ് കോച്ചിംഗ് നൽകുന്നത്. ജേഴ്സി, ബൂട്ട് തുടങ്ങി കളിക്കാൻ ആവശ്യമുള്ള എല്ലാം തന്നെ സൗജന്യമായി നൽകുന്നു. നമ്മൾ തികച്ചും ഫ്രീ ആയിട്ടാണ് കുട്ടികൾക്ക് ഈ ക്യാമ്പ് നമ്മൾ നൽകുന്നത്. അവർക്ക് വേണ്ട ബൂട്ടും ജേഴ്സിയും അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നൽകിക്കൊണ്ട് പഠന രംഗത്താണെങ്കിലും അവർ മികച്ചൊരു കായികക്ഷമതയും അവർക്ക് വിദ്യാഭ്യാസ രംഗത്തും എല്ലാം ഒരു ഉണർവ് നൽകാൻ ദുർഗയ്ക്ക് സാധിച്ചു. തൃപ്പക്കുടം കളിക്കളത്തിൽ നടക്കുന്ന ക്യാമ്പിൽ കുട്ടികൾക്കും വനിതകൾക്കും പ്രത്യേക കോച്ചിംഗ് ആണ് നൽകുന്നത്. കുട്ടികളെ മികച്ച താരങ്ങളായി വാർത്തെടുക്കുന്നതിനോടൊപ്പം മദ്യം, മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്നും രക്ഷിച്ച് സമൂഹത്തിലെ മികച്ച വ്യക്തിത്വങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യവും ഈ ക്യാമ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ലഹരിയാണ്. ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ലഹരിക്ക്, അത് ചെറിയ മക്കളാണ് ലഹരിയിൽ പെട്ടുപോകുന്നത്. പക്ഷെ ഇവരുടെ ലഹരി എന്ന് പറയുന്നത് ഫുട്ബോളാണ്. രാവിലെ എഴുന്നേറ്റ് ഗ്രൗണ്ടിൽ വരിക, അവരെ ഫുട്ബോളാണ് അവരത് എടുത്തെടുത്തേക്കുന്ന ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് തന്നെ. 1 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ കേരളത്തിലെ മികച്ച പരിശീലകരാണ് എത്തുന്നത്. ഇൻഫോ പാർക്കിലെ IT കമ്പനികളായ ലിറ്റ്മസ് 7, മൈൻഡ്കർ, മില്ലേനിയം, സൈൻ മൈൻ, ഗാഡ്ജിയോൺ എന്നിവർക്ക് പുറമെ നോയൽ ബിൽഡേഴ്സിന്റെയും IFFBയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ഇനി നമ്മൾ ഈ ദിവസത്തെ പ്രധാനപ്പെട്ട മറ്റ് വാർത്തകളിലേക്ക് മടങ്ങിയെത്തും നല്ല വാക്ക് കണ്ട ശേഷം.